ഹലോ, ഇറ്റ്സ് മീ എസ് എം ഖാൻ. വെൽക്കം ടു ചാനൽ വിക്രി വ്ളോഗ്സ്. ഇപ്പോൾ വിക്രി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്ഥലം കണ്ടിട്ട് പരിചയം ഉണ്ടാവും എല്ലാവർക്കും. നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സെയിം പ്ലേസ് തന്നെ, മിനി ഗോവ. നമ്മളൊരു സേവ് ദ റേറ്റിന് വന്നതാണ്. അന്നും നമ്മൾ സേവ് ദ റേറ്റിനാണ് വന്നത്, ഇന്നും നമ്മൾ സേവ് ദ റേറ്റ് എടുക്കാനാണ് വന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലയൻസ് അവർക്ക് ഈ ഒരു സ്ഥലം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇഷ്ടപ്രകാരം നമ്മളിവിടെ വന്ന് ഞാനിവിടെ റെസ്റ്റ് എടുക്കണം ഗൈസ്. വന്ന പാടെ തന്നെ ഭയങ്കര വന്നപ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് നമ്മൾ 3:45 ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യം ദൂരം ഉള്ളത് കൊണ്ട് 4:30 നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എത്തിയപ്പോഴേക്ക് ഏതാണ്ട് 7:30 ആയിട്ടുണ്ട്. 7:30 നമ്മൾ ഷൂട്ട് തുടങ്ങി. പ്രീ വെഡിങ് ഷൂട്ടല്ലേ, കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെയിലായി. ഇതുവരെയൊക്കെ ഞാൻ വിനീഷറിൻ്റെ കൂടെ നിന്നിരുന്നു. വെയിലായത് കാരണം ഞാൻ റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കണേ. ഞാൻ കണ്ടില്ലേ, വേർത്ത് കുളിച്ച് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒന്ന് സൈഡാവാമെന്ന് വിചാരിച്ച് ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നിറയെ കേടാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ പ്രീ വെഡ് ഷൂട്ടിങ്ങിന് ഒരെന്നാന്ത് നമ്മുടെ ബ്രൈഡിൻ്റെ കൂടെ ആരുമില്ലായിരുന്നു. അപ്പോൾ വിനീഷറിൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ ഗ്രൂം വന്നിട്ട്. അപ്പോൾ അവർ പറഞ്ഞു വൈഫിനെയും കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വരില്ലേ, ബീച്ച് സൈഡൊക്കെ അല്ലേ, കണ്ടൽക്കാടൊക്കെ ഉള്ളതല്ലേ, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നതാണ് ഗൈസ്. അല്ലാതെ അല്ലെങ്കിൽ ഞാൻ സിമ്പിൾ കോസ്റ്റ്യൂമിലൊക്കെ വരത്തുള്ളൂ, അതും ഈ ചൂട് കാലത്ത്. അപ്പം നമ്മൾ അതിനൊക്കെ വേണ്ടി വന്നതാണ്. പക്ഷേ ഈ വെയിൽ കണ്ടപ്പോൾ എനിക്ക് ഒന്നും വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബ്രൈഡും ഗ്രൂമൊക്കെ അവിടെ ഷൂട്ടിലാണ്, ഞാൻ കാണിച്ചു തരാം. ഞാൻ വേർത്തൊലിക്കുന്നത് കണ്ടു. എൻ്റെ ഗണപതിയൊക്കെ ഇതാ വേർത്ത് കുളിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വേർക്കുന്നത് ഗൈസ്. അത് ഈ ചൂട്, പിന്നെ ഈ ഒരു ക്ലോത്ത് നല്ല ഇതാണ്. ഇവിടെ ഭയങ്കര വെയിലാണ് ഗൈസ്. ഇവിടെ വേറെ സാധനം കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ ടീം. ഇതിലൊരാളെ കൊണ്ട് കണ്ടോ, ഇദ്ദേഹം മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവനാണ് ഗൈസ്. ആൾ വല വീശുന്ന ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. വല വീശി മീൻ പിടിക്കുന്ന ഫസ്റ്റ് വല വീശിയപ്പോൾ നിറയെ മീൻ കിട്ടി. രണ്ടാമത് നമ്മൾ വല വീശിയപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു മീനും കിട്ടിയില്ല. നമ്മുടെ ഐശ്വര്യം കാരണം. ഇതാണ് നമ്മുടെ ഗ്രൂം ആൻഡ് ബ്രൈഡ് വന്നിട്ട്. ഇത് നമ്മുടെ അഭിനവ് പൊട്ടൻ. ലൈവല്ല, വീഡിയോ ആണ്, വ്ളോഗാണ്. വിനീഷേട്ടനോടെ കഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. ഇവരുടെ പ്രണയ വിവാഹമാണ് കേട്ടോ. എത്ര വർഷത്തെ പ്രണയെന്നോ പോയി ചോദിച്ചോ കേട്ടോ. സംഭവം നമ്മുടെ ക്ലയൻറ്റ്സ് അടിപൊളിയാണ്, ഭയങ്കര കമ്പനിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വിനീഷേട്ടൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണോ എന്തോ കമ്പനിയാണ്. ഉപ്പ് രസമുണ്ടോ ഗബ്രി പറയണ പോലെ. നിങ്ങൾ എത്ര വർഷത്തെ പ്രണയുന്നു? 5 വർഷോ? ഓക്കെ. 6 വർഷത്തെ കഷ്ടപ്പാടാണ് ഗൈസ് ഈ കാണുന്നത്. ഉപ്പ് ഗൈസ്. ഇതിന്റെ മുന്നേ നമ്മൾ വന്ന പ്രീ വെഡ് ഷൂട്ടിന് നല്ല രസമായിരുന്നു. വേറെ സാധനം കാണിച്ചിട്ട് കേട്ടോ. അവിടെ വല വീശുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. നിങ്ങളുടെ മാറിക്ക് വല വീശുന്നു, നമുക്ക് ലൈവായിട്ട് കാണാം ഗൈസ്. നമ്മളിതിന് മുന്നേ വന്ന പ്രീ വെഡ് ഷൂട്ടിന് എന്തെന്ന് സംഭവിച്ചാൽ, ഇതിലൊക്കെ നിറയെ വെള്ളമായിരുന്നു. അന്ന് കടൽ ശാന്തമായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ഇവിടെ ഈ സ്ഥലത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അന്ന്. ഏതാണ്ട് അതുവരെ ഇവിടെ എൻ്റെ കൈ അതുവരെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ വെള്ളം കുറഞ്ഞു. അതായത് വേലിയേറ്റവും വേലിയിറക്കുന്ന കേട്ടില്ലേ, ആ സംഭവമാണ് നമ്മൾ കണ്ടത്. കാരണം ഞാൻ വന്നപ്പോൾ തന്നെ നല്ല കടലിൽ ഭയങ്കര സൗണ്ടായിരുന്നു. അന്ന് വന്നപ്പോൾ ഭയങ്കര ശാന്തമായിട്ടുള്ള കടലായിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര രൗദ്രഭാവത്തിലുള്ള കടലിനെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടുത്തതോ അവിടെയൊക്കെ നല്ല വെള്ളം. മുന്നത്തെ വീഡിയോ അങ്ങ് നോക്കിയാൽ കാണാം, അവിടെയൊക്കെ നല്ല വെള്ളമായിരുന്നു. അയ്യോ, ഇദ്ദേഹം വല വീശാൻ പോവല്ലേ, അതോ മീൻ നിർത്തി പോവാണോ? എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ അന്ന് ഇതിൽ ബോട്ടൊക്കെ പോയിരുന്നു. ഇവിടേക്ക് അവിടെ കടലിലേക്കുള്ള ബോട്ട് പോയിരുന്നു. ഇതിൻ്റെ എൻഡിങ് ഇതാ അവിടെ കടലാണ്. അവിടേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോട്ടോ. ഇപ്പം നമുക്ക് അദ്ദേഹം വല വീശുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വല വീശുന്നത് ലൈവായിട്ട് കണ്ടു ഗൈസ്. സോ ഐ ആം സോ എക്സൈറ്റഡ്.
ഇവിടുത്തെ പ്രത്യേക ഞണ്ടുണ്ട്, ഞണ്ടിൻ്റെ കുട്ടികൾ. അവരാണെങ്കിൽ ചെറിയ ചെറിയ കോട്ടകളുണ്ട്. നമ്മളവിടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവരാ ഹോട്ടലിൽ വിളിക്കും. പിന്നെ ഇന്നെങ്ങാനും വീശുമോ? വെയിൽ കൊണ്ട് തന്നെ തീരുമാനമായിട്ടുണ്ട്. അദ്ദേഹം പോവാണ് തോന്നുന്നത് ഗൈസ്. നമ്മൾ ശശിയായി തുടങ്ങി. നല്ല വീശുന്നുണ്ട്. 1 2 3 സ്റ്റാർട്ട്. യെസ്. ഇനി അദ്ദേഹം ഇങ്ങനെ വലിക്കും. അപ്പം ഇതാണ് ഗൈസ് വല വീശും. നമ്മൾ ലൈവായിട്ട് കണ്ടു. അതെ, അയാൾ ഇനി എന്നെ ആട്ടി ഓടിക്കുന്ന ഭാവത്തിലൊരു നോട്ടം. ഞാനൊരു 3ാമത്തെ തവണയാണ് വീഡിയോ എടുക്കുന്നത്. എന്നതാ കൊച്ചേ, നിനക്കിനി നിർത്താനായില്ലേ എന്നുള്ള ഭാഗത്തിലൊരു നോട്ടാണ് നേരത്തെ പാസ്സാക്കിയത് ഗൈസ്. വേഗം കണ്ട് വലിച്ചെടുക്ക് രംഗണ്ണ. വെലി കൊണ്ട് തളർന്ന് ഞാൻ. ഓക്കെ ഗൈസ്, നമ്മളിനി പോവാണ്. അദ്ദേഹം വല വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏതാണ്ട് ഇവിടുത്തെ ഈ ഒരു എന്നെ കണ്ട പ്രാന്തത്തികൾ വേണ്ടല്ലേ, അല്ലല്ല ഒരു ലുക്ക് കണ്ട് പണ്ടല്ല ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ അന്തപക്കം പോകാൻ നിൽക്കുകയാണ്. അതായത് കടലിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ പിന്നെ ഭയങ്കര വെയിലാണ്, അവിടെ അതിലും വലിയ വെയിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിനി കടൽ തീരത്തേക്ക് പോട്ടോ. ഓക്കെ, ഇല്ല അങ്ങോട്ട് പോവാ. എൻ്റെ പാൻ്റൊക്കെ നനയും ഗൈസ്. നമ്മൾ നേരത്തെ വന്ന കായലിൻ്റെ അവിടെ നിന്ന് നമ്മൾ കടലിലേക്ക് പോവാണ്. നടന്നു പോകാനുള്ള ഭാഗ്യം കിട്ടിയത് ഞാൻ സന്തോഷിക്കുന്നു ഗൈസ്. പാവം വിനീഷയുടെ പനി പിടിച്ച് ഇന്നലെ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ഇന്ന് നമ്മളത് ഷൂട്ടിനിറങ്ങി ഇന്നലെ മരുന്ന് കുടിച്ച് പനി മാറ്റി. നമ്മൾ ഇപ്പോൾ വിനീയുടെ വയർത്ത് കുളിക്കുന്നുണ്ട്. ഇപ്പോൾ വിനീഷയുടെ വയർത്ത് കുളിക്കുന്നറിയാം. നമ്മൾ ചെരുപ്പൂരി നടക്കാനൊക്കെ കാണുന്നുണ്ട്. നല്ല സുഖമുണ്ട് അതുള്ള നടക്കാൻ. അപ്പിയേ അതിൽ പോയാൽ ഞങ്ങൾ എടുക്കുള്ളൂ തന്നെ. ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് കുറേ ഒന്നുമില്ല, 3 ടീം ഉണ്ടായിരുന്നു പ്രീ വെഡ് ഷൂട്ടിനായിട്ട്. അവരൊക്കെ പോയി. നമ്മളിപ്പോഴും ഇവിടെ ബാക്കിയിരിക്കുകയാണ്. പിന്നെ അതൊരു ഫാമിലി വന്നിട്ടുണ്ട്. ഇത് ഗൃഹനാഥനാണ് തോന്നുന്നു. ഇത് അമ്മയും കുട്ടികളും. പിന്നെ ഒരു കപ്പിൾസ്. ഇതാണ് ഇവിടെ തന്നെ പ്രീ വെഡ് ഷൂട്ടാണ് തോന്നുന്നു. അയ്യോ എൻ്റെ കാലത്ത് പോണു. ഇതാണ് സംഭവം. ചേട്ടാ പെട്ടെന്ന്. യെസ്, നിങ്ങൾ വയർത്തുണ്ട് ബാക്കിൽ റൗണ്ടായിട്ട്. പിടിച്ച വിനീഷേട്ടനെ കാണിച്ചതാ. പാവ പയ്യന് ഇന്നലെ പനി. ഇങ്ങോട്ട് നിങ്ങൾ കാണില്ല. ഞാനാണ് പ്രാന്തികളായിരുന്നല്ലേ. രൂക്ഷമായ കടൽ ഗൈസ്. ഇന്ന് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ. അന്ന് ഞങ്ങൾ വന്നാൽ എത്ര സൗണ്ടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തന്നെ അത്ഭുതം. അന്ന് ഭയങ്കര ശാന്തമായിട്ടുള്ള കാമായിട്ടുള്ളൊരു കടലായിരുന്നു. ഇന്ന് ഭയങ്കര ആംഗ്രി ആയിട്ടുള്ള കടലാണ്. ഞാനിതിലെങ്ങാനും പോയാലോ കിടക്കണ്ടായിരിക്കും. നീന്തനല്ല ഗൈസ്. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇങ്ങനെ വന്നാൽ ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡാണ് നമുക്ക്. പക്ഷേ ഇന്ന് ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ കുറച്ച് നേരം വൈകിയിരുന്നു. ഉച്ചയ്ക്കാണ് ഏതാണ്ട് എത്തിയത്. പക്ഷെ നല്ല വെയിലെന്ന്. അന്നത്തെ അത്ര വെയിലില്ലെന്ന്. അയ്യോ, തിരമാല അടിച്ച് വരികയാണ്, കണ്ടില്ലേ. പക്ഷെ നമ്മളെ സാധാ ബീച്ചിന് അത്ര ഇവിടെ അത്ര ഇതില്ല. കാരണം രണ്ടും കൂടി കൂടി ചേരുന്ന സ്ഥലമുണ്ട്. കടലും കായലും കൂടി ചേരുന്ന സ്ഥലമുണ്ട്. ഇവിടെ അത്ര തിരമാല കാപ്പുറം. ഗൈസ്, നമ്മൾ ഏതാണ്ടൊക്കെ ഷൂട്ട് വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇതിന് വേണ്ടി റെസ്റ്റ് എടുക്കാൻ തന്നെ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എൻ്റെ ഒരു ചെറിയ 2-3 വീഡിയോസ് എടുത്തു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ കോമഡി എന്താ വെച്ചാൽ, പയ്യൻ തുരുതുരാ ഡ്രസ്സ് മാറ്റുന്നുണ്ട്. നമ്മുടെ ഗ്രൂം വന്നിട്ട് ബ്രൈഡിനെ വന്നിട്ട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ ഒരെണ്ണം ഉണ്ടായിരുന്നു, എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ 2 പേർക്ക് വേറെ കോസ്റ്റ്യൂം ഉണ്ട്.
നമ്മൾ വേറെ സ്ഥലത്ത് നിന്നാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന് പോണ വഴിക്ക് നമുക്കൊരു ക്രാഫ്റ്റ് വില്ലേജ് എന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ വേറെ കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോസ് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുറേ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഫാമിലീസിനെ കാണിച്ചു കേട്ടോ. ഇതാണ് ഗൈസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഫാമിലി. ഞാൻ പറഞ്ഞതല്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫാമിലി വന്നിട്ടുണ്ട്. അവരാണ് ദിസ് ഫാമിലി. ഗൈസ് ഇവിടെ നമ്മൾ പെട്ടിങ്കടക്കൊക്കെ ആയിട്ട് പോവുകയാണ്. നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ തപ്പി പോവാണ്. ഇവിടെ നല്ല രസമുള്ളൊരു മരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ പ്രീ വെഡിങ് ഷൂട്ടിന് വന്ന സമയത്ത് ഞാൻ ഈ മരത്തിൽ കുറേ കയറിയിരുന്നു. ഇന്ന് വന്നപ്പോൾ ഈ മരമല്ല, ഞങ്ങൾ ഈ മരമൊക്കെ പ്രതീക്ഷിച്ച് വന്നതായിരുന്നു. അതിൻ്റെ ചില്ലകളാണ് വെട്ടിയിട്ടതൊക്കെ. അപ്പോൾ അബിൻ്റെ ബാഗിലെ മുന്നിലെന്താ നമ്മുടെ ഗ്രൂമും ബ്രൈഡും ദെൻ വിനീഷേഴ്സും. ബ്രൈഡിൻ്റെ തലയിൽ കവറൊക്കെ വെച്ച് നടക്കായി. ഇതിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ബിക്കോസ് ഈ ഒരു എന്താ പറയുക, മണലല്ലേ, നല്ല ഗതിയിൽ നടക്കാൻ. പിന്നെ നമ്മുടെ കടൽ തീരം, ഇതാണ് കടൽ തീരം. ഇവിടെ നല്ല രസമാണ്. ഇവിടെ ഈവനിങ് ഒക്കെ കപ്പിൾസൊക്കെ വരും. കപ്പിൾസ് മീൻസ് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കട്ടാക്കി വരുന്ന കുട്ടികളുണ്ടാവില്ലേ. ഇപ്പം ഉണ്ടാവില്ല, ബിക്കോസ് വെക്കേഷൻ ആയതുകൊണ്ട് ചാൻസ് കുറവാണ്. എന്നാലൊരു കപ്പിൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു ഫാമിലി വരുന്നുണ്ട്, അത് കാണുന്നുണ്ടോ എന്തോ അറിയില്ല. അടുത്തിട്ട് കാണിച്ചിടാം. അപ്പോൾ ഗൈസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇനി നെക്സ്റ്റ് ഷൂട്ടിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതേക്കും വരെ ഇപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു പറയേണ്ട സമയമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനലിൻ്റെ അത് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.